Once again, welcome to my video blog, AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് പബ്ജി ലവേഴ്സിന് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ്. പബ്ജി വീണ്ടും ഇന്ത്യയിൽ വരുന്നു. അത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പഴയ ആമേഴ്സും ലെവലൊന്നും കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ പബ്ജി ഇന്ത്യയിൽ വരാൻ പോകുന്നു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും അതെങ്ങനെ കിട്ടണം, അതിനൊരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്യാനുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഈ വീഡിയോയുടെ കൂടെയുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഫോർ പബ്ജി ലവേഴ്സ്. ഓക്കെ, അല്ലാത്തൊരു ഇത് കാണണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന പേരിൽ ക്രാഫ്റ്റനാണ് ഇതേ ഗെയിം കൊണ്ടിട്ട്. പിന്നെ പബ്ജീൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ഇന്ത്യൻ ബേസ്ഡ് ഗെയിം ആയിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് പബ്ജി എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകാൻ കാരണം? നമ്മുടെ ഡാറ്റ ചൈനീസ് സെർവറിലേക്ക് പോകുന്നു എന്നുള്ളൊരു പേരുകൊണ്ടാണ്. പേര് മാത്രമല്ല, ഡാറ്റ അവരിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെർവർ ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിലും പിന്നെ സിംഗപ്പൂരും നമ്മളായിട്ട് വലിയ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. സിംഗപ്പൂരിലും ഇന്ത്യയിലും ആണുള്ളത്. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ചൈനീസ് സെർവർ അല്ല, കാരണം ചൈനീസ് സെർവറിലാകുമ്പോഴാണ് നമ്മുടെ പ്രൈവസിനെയും സെക്യൂരിറ്റിനെയും ഒക്കെ അത് ബാധിക്കുക. ഇത് പബ്ജി ലവേഴ്സിന് അപ്പോൾ ഇന്ന് ഇത് 18-ാം തീയതി മെയ് 18-നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് മുതൽ പ്രീ രജിസ്ട്രേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടി. ഇതിലൊരു കാര്യമുണ്ട്, ഐഫോൺ യൂസേഴ്സിനുള്ളത് വന്നിട്ടില്ല. അത് എപ്പോഴാണ് വരാമെന്നും എനിക്കറിയില്ല. പക്ഷെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് പ്ലേ സ്റ്റോറിൽ പ്രീ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഓട്ടോ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യും? അവർ ഇൻസ്റ്റാൾ ചെയ്യും. അത് എപ്പോൾ വരുന്നു? അതിന് നമ്മുടെ പെർമിഷൻ ഫോണിൻ്റെ കൊടുക്കണം. ഓക്കെ, ഈ പോയിന്റ്സ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എല്ലാ പോയിന്റ്സും എഴുതിയിട്ട് വിട്ടുപോയിട്ടുണ്ടോ നോക്കിയതാണ്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റീലോഡഡ് ഫോർ ഇന്ത്യയാണ്. പബ്ജി റീഡിസൈൻ ചെയ്തിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി. അപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ലൊക്കേഷനൊക്കെ ഇന്ത്യയിലായിരിക്കും, അതിൻ്റെ മാപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വേറെ ട്യൂട്ടോറിയലിലേക്ക് പോവാം. അപ്പോൾ നേരെ പോവല്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിലാണ്. പക്ഷേ ഇത് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് ഒരു പ്രീ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. എൻ്റെ പ്ലേ സ്റ്റോർ അവിടെ പോയി ഇതാ പ്ലേ സ്റ്റോർ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അടിക്കാൻ സെർച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് Battlegrounds മൊബൈൽ ഇന്ത്യ പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഗൈഡാണ് വരുന്നത്. അതിനുശേഷം ക്രാഫ്റ്റൻ്റെ അതുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഒരു പ്ലേ സ്റ്റോറിൽ നമ്മളതാക്കുമ്പം എന്താണ് വരിക? ഡൗൺലോഡ് ചെയ്യുന്നത് അതല്ല, രജിസ്റ്റർ. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് അൺരജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ വെൻ അവൈലബിൾ എന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഓട്ടോമാറ്റിക്കലി ആക്കി ഇൻസ്റ്റാൾ ആവുള്ളൂ. കാരണം ഇവിടെ ഓട്ടോ ഇൻസ്റ്റാൾ എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു ഫോണിൽ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നോ, ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ആവുന്നോ അന്ന് ഓട്ടോമാറ്റിക്കലി നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ആവും. കാരണം നമ്മൾ പെർമിഷൻ കൊടുത്തു. ഇതാണ് ഈ ഒരു പ്രൊസീജിയർ. ഇത് എല്ലാ പബ്ജി ലവേഴ്സിനും അത് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.